ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ സേവിക സംഘമായി നടത്തുന്ന നോമ്പ് ധ്യാന ചിന്തകളിൽ പങ്കാളിയാകുവാൻ എനിക്കും ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയത്തെ നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യത്തിൽ യേശു ക്രിസ്തു തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ കൂടി നമ്മെ ഉത്ബോധിപ്പിക്കുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം? പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. യേശു തൻ്റെ പ്രബോധനങ്ങളെല്ലാം തന്നെ മനുഷ്യർക്ക് എളുപ്പം ഗ്രഹിക്കാവുന്ന പ്രതീകങ്ങളിലൂടെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ യേശു ക്രിസ്തു നമ്മോട് ആവശ്യപ്പെടുന്നത് ഭൂമിയുടെ ഉപ്പ് ആകുവാനാണ്. അനുദിന ജീവിതത്തിൽ ഉപ്പ് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപകാരപ്പെടുന്നുവോ അതുപോലെയെല്ലാം നാമും നമ്മുടെ സഹോദരർക്കും അതുവഴി ഈ ലോകത്തിനും ഉപകാരപ്പെടണം. ഉപ്പ് ഭക്ഷണത്തിൽ ചേർക്കുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ രുചി വർദ്ധിക്കുന്നു. ഉപ്പ് പ്രത്യേകമായി ഒരു രുചി പ്രദാനം ചെയ്യുകയല്ല, മറിച്ച് ആ പദാർത്ഥത്തിൽ നേരത്തെ തന്നെ അടങ്ങിയിരുന്ന രുചിയെ ഉയർത്തിക്കാട്ടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ നാമും നമ്മോട് ഇടപഴകുന്നവരിലെ നന്മകളെ വികസിപ്പിക്കുന്നവരാകണം. സാങ്കേതിക വിദ്യകൾ നിലവിലില്ലാതിരുന്ന കാലത്ത് ഉപ്പ് ഒരു സംരക്ഷണോപാധി ആയിരുന്നു. ഭക്ഷണ പദാർത്ഥങ്ങൾ ഏറെക്കാലം മനുഷ്യർ കേടുകൂടാതെ സൂക്ഷിച്ചിരുന്നു. നാം ആകുന്ന ഉപ്പിനും നമ്മുടെ സമൂഹത്തിൽ ഇതുതന്നെയാണ് ചെയ്യുവാനുള്ളത്. നമ്മുടെ ചുറ്റുമുള്ളവരെ ദുഷിപ്പിക്കാതിരിക്കണം. ശുദ്ധീകരണത്തിലൂടെ മുറിവുകൾ വേഗമുണങ്ങുവാൻ ഉപ്പ് സഹായകരമാകുന്നതുപോലെ പാപങ്ങൾ മൂലം സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മുറിവുകൾ ഉണക്കാൻ നമ്മിലെ ഉപ്പിനാവണം. ഈ നോമ്പുകാലത്തും തുടർന്നും ദൈവം ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തരായിരിക്കുവാനും നിയോഗങ്ങൾ കണ്ടെത്തി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ.